ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന 2 വളക്കൂട്ടുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കൂട്ടുകാർ മിക്കവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. ഒന്ന്, മുട്ടത്തോട്, നമ്മൾ ഉപയോഗിച്ച് കളയുന്ന മുട്ടയുടെ തോട്. പിന്നെ ഉള്ളത് ഉള്ളിയുടെ തോല്, അതുപോലെ ചായയുടെ ചണ്ടി, ചായ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന തേയില. അപ്പോൾ ഇത് 3ഉം നമുക്ക് വീട്ടിൽ സുലഭമായി കിട്ടുന്നതാണ്. നമ്മളിത് മിക്കവരും ഇത് കളയാറാണ് പതിവ്. അപ്പോൾ മുട്ടത്തോടിനെ കുറിച്ച് ആദ്യം പറയാം. മുട്ടത്തോടിന് നിരവധി ഉപയോഗങ്ങളുണ്ട്. മുട്ടത്തോടിൻ്റെ ചില ഉപയോഗങ്ങൾ നമുക്ക് പറയാം. നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന മുട്ടത്തോടിൻ്റെ 97% അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു തോട്ടമോ മറ്റുമുണ്ടെങ്കിൽ മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ കാർഷിക ആവശ്യത്തിനുള്ള കുമ്മായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിന്റെ അമ്ലത കുറയ്ക്കാൻ സഹായിക്കുന്ന കുമ്മായത്തിന്റെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ് ആണ്. മുട്ടയുടെ തോടിൽ 97% അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഇതിനു പുറമെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പച്ചമുളക്, കാന്താരിമുളക് ഒക്കെ ഇവയുടെയൊക്കെ കായ്ഫലം കഴിയുമ്പോൾ ഇത് മുറിച്ച് നിർത്തിയിട്ട് മുട്ടത്തോട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയിൽ പൊടിച്ച് ആ പൊടി നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്താൽ വീണ്ടും ശക്തിയോടെ വളർന്ന് കായ വരുന്നതാണ്. അതുകൊണ്ട് മുട്ടത്തോട് പാഴാക്കാതിരിക്കുക. അന്നന്ന് കിട്ടുന്ന മുട്ടയുടെ തോട് വെയിലത്ത് വെച്ച് ഉണക്കി ഒരു പാത്രത്തിൽ സംഭരിക്കുക. ഉള്ളിത്തോല് കഴുകേണ്ട കാര്യമില്ല. മുട്ടത്തോടും അതുപോലെ തേയിലയും കഴുകി ഉണക്കി വയ്ക്കുക. നല്ലതുപോലെ ഉണങ്ങാൻ അനുവദിക്കുക. കാരണം ഇത് ഉണങ്ങിയില്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിത്തോലിനോടൊപ്പം വെളുത്തുള്ളിയുടെ തോല്, അങ്ങനെ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഒരു ജൈവ കീടനാശിനി കൂടിയാണ് ഈ ഉള്ളി അഥവാ വെളുത്തുള്ളി ഇവിടെയൊക്കെ തോല് നമുക്ക് വളരെയധികം നല്ല ഒരു ജൈവ കീടനാശിനിയും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ തേയിലയുടെ ഉണങ്ങിയത്, തേയില നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന ആ തേയില ഉണങ്ങിയത്, ഇതും വളരെ നല്ല ഒരു വളമാണ്, നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഈ ഉള്ളിത്തോൽ നല്ലതുപോലെ ഉണങ്ങുക, എന്നാൽ മാത്രമേ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു ജാറിലിട്ട് നമുക്ക് ഇവയെ പൊടിച്ചെടുക്കാം. മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ. കാൽഷ്യം കാർബണേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഈ മുട്ടത്തോട് ഒരിക്കലും നമ്മൾ കളയാൻ ശ്രമിക്കരുത്. നമുക്ക് ചെടികൾക്ക്, പച്ചക്കറികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലാത്ത ഒരു സാധനമാണ് ഈ 3 സാധനങ്ങൾ. കാശ് കൊടുത്ത് വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന സാധനങ്ങൾ. കാശ് കൊടുത്തെങ്കിൽ ഇത് 3ഉം കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിച്ച ശേഷം കളയുന്ന സാധനങ്ങൾ നമുക്ക് ഫലപ്രദമായി എടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് 3ഉം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇതിൽ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. മുട്ടത്തോട് പൊടിഞ്ഞതിൻ്റെ പുകയാണ് ആ വരുന്നത്. നോക്കുക, നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടാണ്. ഇത്രയും പൊടി നമുക്ക് കിട്ടി. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് ബാക്കി വരുന്ന ആവശ്യത്തിലെടുത്തതിന് ശേഷം വരുന്ന മുട്ടത്തോട് ഇതുപോലെ കഴുകി ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഒരുപാടാകുമ്പോൾ നമുക്കിതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉള്ളിത്തോല് പൊടിച്ചെടുക്കാം. ഉള്ളിത്തോല് മാത്രമല്ല, ഉള്ളിത്തോലിൻ്റെ കൂടെ വെളുത്തുള്ളി തോല് എല്ലാം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും നല്ല ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിലുള്ളപ്പോൾ എന്തിനാണ് പുറത്തുനിന്ന് വില കൂടിയ ഫെർട്ടിലൈസറിൻ്റെ ആവശ്യം? അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്കിത് കുറേശ്ശെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇത് ചെടികൾ പുഷ്പിക്കുന്നതിനും കായ് പിടിക്കുന്നതിനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ജൈവ കീടനാശിനി കൂടിയാണ് ഈ ഉള്ളിത്തോല് എന്ന് പറയുന്നത്. ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. ഞാൻ ഈ വളം ഇതിനു മുൻപ് 2-3 ചെടികൾക്ക് പരീക്ഷിച്ച് നോക്കി. നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്.
ഇനി നമുക്ക് രണ്ടാമത് ഉണ്ടാക്കാവുന്ന വേറൊരു വളമാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളമാണ് പച്ച ഉള്ളിയുടെ തോൽ പച്ചയ്ക്ക്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഉള്ളിത്തോല്, ഇഞ്ചിയുടെ തോല്, അതുപോലെ ഉള്ള എല്ലാം നമുക്ക് ഇതിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ ഒരാഴ്ച കൊണ്ട് നല്ലൊരു ഫെർട്ടിലൈസർ ഇതിൽ നിന്നും ഉണ്ടാകും. ഇത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചുവട്ടിലൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രം ഇത് ചെടികൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയുടെ വേസ്റ്റിന് തൊലി ചുരണ്ടിയ ഇഞ്ചിയുടെ തൊലി, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറും ഒരു കീടനാശിനിയുമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത്. പഴത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. പഴത്തിൻ്റെ തൊലിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഉപയോഗിച്ചാൽ വളരെ നല്ല വളമാണ്. റോസ ചെടി വളർത്തുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നും യാതൊരു ചിലവും കൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളക്കൂട്ടുകളാണ്. അപ്പോൾ കൂട്ടുകാർ ഇത് ശ്രദ്ധിക്കുക. ഇതിൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം നല്ല ഒരു വളമായിട്ട് മാറും. ഏകദേശം ഒരാഴ്ച വേണ്ട, അതിനു മുമ്പ് തന്നെ ഇത് നല്ല ഒരു ബ്രൗൺ കളറിലാവുകയും ആ ലൈൻ നമുക്ക് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യുകയോ വെള്ളം കൂടി ചേർത്ത് ഇരട്ടി വെള്ളം കൂടി ചേർത്ത് സ്പ്രേ ചെയ്യുകയോ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം നല്ല ഒരു വളമാണ് ഈ വളം. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് വളം ഉണ്ടാകുക. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വിശേഷങ്ങളുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.